സന്താനയോഗവും സന്തതി തടസ്സവും ജാതകത്തിൽ എങ്ങനെ ചിന്തിക്കപ്പെടുന്നു എന്ന് നോക്കിയാൽ, 5-ാം ഭാവമാണ് സന്താന യോഗത്തെ ചിന്തിക്കുന്നതായ ജാതക സ്ഥാനം. ആ 5-ാം ഭാവത്തിൽ ഉത്തമമായ സ്ഥിതിയിൽ രാശി ബലത്തോടെ നിൽക്കുന്ന ശുഭഗ്രഹങ്ങളെല്ലാം തന്നെ ഉത്തമ സന്താന യോഗത്തെ കാണിക്കുന്നതാണ്. ചൊവ്വ, വ്യാഴം, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ ഇതെല്ലാം രാശി ബലത്തോടെ നല്ല സ്ഥിതിയിൽ 5-ാം ഭാവത്തിലോ 5-ാം ഭാവ ദൃഷ്ടിയിലോ നിന്നാൽ അതെല്ലാം ശുഭ സന്താന പുഷ്ടിയെ കാണിക്കുന്നതാണ്. ശനിഗ്രഹം ആയാലും 5-ാം ഭാവത്തിലോ 5-ാം ഭാവവുമായി ബന്ധപ്പെട്ടുള്ള ദൃഷ്ടിസ്ഥാനങ്ങളിലോ നല്ല സ്ഥാനത്തെ പ്രാപിച്ചു നിന്നാൽ അത് സന്താന യോഗമാണ്. അശുഭഗ്രഹങ്ങൾ 5-ാം ഭാവത്തിൽ രാശിബലമില്ലാതെ നിൽക്കുന്നത് സന്തതിപരമായ ക്ലേശങ്ങൾക്ക് കാരണമാകും.